ചേട്ടൻ എന്നെ തനിച്ചാക്കി പോവുകയല്ലേ? വെറും 5 ദിവസം, അത്രയല്ലേ ഉള്ളൂ. ബോംബെ എനിക്കും കാണണ്ടേ? എന്നെ കൂടി കൊണ്ടുപോയിക്കൂടെ? രമേ, ഞാൻ കാലത്ത് മുതൽ രാത്രി വരെ കോൺഫറൻസിലായിരിക്കും. നീ ഹോട്ടൽ റൂമിൽ തനിച്ചിരുന്നാൽ ബോറടിക്കില്ലേ? അടുത്ത തവണ കൊണ്ടുപോകാം. എയർപോർട്ടിൽ പോകാനുള്ള സമയമായി. ജയൻ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ. എന്താ ഒരുങ്ങി കഴിഞ്ഞില്ലേ? പോകാം, ഇങ്ങോട്ട് വരൂ. എന്താ റെഡിയല്ലേ? പോകാം. രമയും വരുന്നുണ്ടല്ലോ. ഞാൻ എന്തിനാ? ചേട്ടനല്ലേ പോകുന്നത്? ഞാൻ വിചാരിച്ച യാത്രയൊക്കെ പോകുന്നുണ്ടെന്ന്. അത് ശരിയാണല്ലോ. രമയും കൂടി വരൂ. ജയൻ തിരിച്ചു കൊണ്ടുവന്ന് വിടും. എന്താ ജയ? തിരിച്ചുകൊണ്ടുവിടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരണോ ചേട്ടാ? വന്നോളൂ. ശരി, എങ്കിൽ പോകാം. പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. നീ സമയമായല്ലോ. ഇനിയും സെക്യൂരിറ്റി ചെക്ക് അനൗൺസ് ചെയ്തില്ല. പ്ലെയിൻ ലേറ്റ് ആണെന്നാ തോന്നുന്നത്. Indian Airlines regrets to announce that flight number IC-168 from Trivandrum to Bombay will be leaving only at 15 knot hours. I repeat, Indian Airlines regrets to announce that flight number IC-168 from Trivandrum to Bombay will be leaving only at 15 knot hours. Thank you. ഇനിയും 2 മണിക്കൂർ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഗോപിയേട്ടന് യാത്ര അയക്കാതെ. അതൊക്കെ വെറും ഫോർമാലിറ്റീസ് അല്ലേ. നിങ്ങൾ എന്തിനാ അതുവരെ ഇരിക്കണം? വെക്കുള്ളൂ. പോട്ടെ ചേട്ടാ. എത്തി ഉടനെ വിളിച്ച് പറയല്ല. ഓ ഷുവർ, പേടിക്കണ്ട. സോഫ്റ്റ് വോയിസ് റൈറ്റ്. വരട്ടെ. കയറൂ. വരാൻ അനുവാദമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോകാം.
ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. നാളെയേ ഉള്ളൂ. നീ എന്താ കുളിക്കാൻ തുടങ്ങിയായിരുന്നു? നീ എന്റെ പൗരുഷത്തെയാണ് ചോദ്യം ചെയ്തത്. നിന്നെ ഞാൻ നിന്നെ തല്ലുന്നില്ല. തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം? നിങ്ങൾ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരും. രമേ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു. നിനക്കിഷ്ടപ്പെട്ടു. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ഈ സന്ദർഭത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാടില്ല. അവിടെ വീഴൂ. ജയന്റെ കാലിൽ. ഇനി അവനാണ് നിനക്കെല്ലാം. പൊയ്ക്കൊള്ളൂ. പൊയ്ക്കൊള്ളാൻ. ജയൻ, ഇവളെയും കൊണ്ട് പോകൂ. പോകാൻ. വരൂ. ഒരു കാര്യം കൂടി. നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റൊരാളിൽ തോന്നിയേക്കാം. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഇവൻ ചെയ്യണമെന്നില്ല. സൂക്ഷിച്ച് ജീവിക്കൂ. നിങ്ങൾ തമ്മിൽ പിരിയാതിരിക്കട്ടെ. ഗുഡ് ബൈ. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ കാണുന്നത്. സുധ എന്തിന് കരയുന്നു? സാറിന്റെ ദുഃഖോർത്ത്. കരയരുത്. കണ്ണുനിന്ന് തുടയ്ക്കൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, കണ്ണുനീർ ഒന്നിനും പരിഹാരമാവില്ലെന്ന്. ഇതുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് വരും. എഴുന്നേക്കടോ. ചാടലടാ, കാലിലെ കെട്ടൂരിപ്പോ. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുതലാളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്കെ നിലവിളിക്കണവടാ. നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ? നല്ലപോലെ വിളിക്കാം മുതലാളി. ആ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിൾ വാങ്ങിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ആ, നില മാറുന്ന അനുസരിച്ച് തെണ്ടണം. തെണ്ടിക്കൊള്ളാം മുതലാളി. അയ്യോ, കണ്ണ് കാണാൻ വയ്യേ. കണ്ണല്ലടാ, കാല്. അതെ, കാല് വയ്യാത്തവനാണ്. അയ്യോ, എന്റെ കാലും പോയേ. ഉരുടനാണേ വല്ലതും തരണേ. ഉരുടനാണേ വല്ലതും തരണേ. കണ്ണൂറക്കടാ, ഇത് ഞാനാ മുതലാളി. അയ്യോ, മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ?
ഇത്രേ ഉള്ളൂ? ഇത്രേ കിട്ടിയുള്ളൂ മുതലാളി. ഇത്രേ കിട്ടിയുള്ളൂ. നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ നിനക്കെന്നെ അറിയാമല്ലോ, എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി, എന്നെ അല്ലടാ, കണ്ണു കാണാൻ വയ്യായെന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്തവനാണ്, വല്ലതും തരണേ. ഹലോ ഹലോ, ലതയാണോ? എവിടുന്നാ? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീഷല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അതേടാ.